നമസ്കാരം, ഞാൻ ബിന്ദിയ. ഞാൻ വീണ. എന്താണ് പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ലൈവിൽ വന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏപ്രിൽ 23 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ആശങ്ക നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ചേച്ചിക്ക് അറിയാം എന്തായിരുന്നത്? അല്ല, എനിക്കിപ്പോൾ തോന്നുന്നൊരു പ്രത്യേകത, ഇലക്ഷൻ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പല മണ്ഡലങ്ങളിൽ ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. അതൊരു പോയിന്റ് ആണെങ്കിലും അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് VVPAT അവതരിപ്പിക്കുന്നത്. മുമ്പ് 2009 VVPAT വെച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും അന്ന് ആസാം, നാഗാലാൻഡ്, ജമ്മു കാശ്മീർ ഈ സംസ്ഥാനങ്ങളിലൊന്നും VVPAT ഉപയോഗിച്ചിരുന്നില്ല. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചെങ്ങന്നൂർക്കാർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇതൊരു പുതുമയായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും VVPAT ഉപയോഗിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. അപ്പോൾ ഈ VVPAT ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ല പിന്നെ ഇപ്പം നമ്മൾ ഈ ബാലറ്റ് പേപ്പറിൽ നിന്ന് മാറി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോയപ്പോൾ മുതൽ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് വോട്ടർ ബൂത്തിലെത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. എന്തായാലും ഒന്നാമത് ഒരു ഇലക്ട്രോണിക് മെഷീൻ ഇരിക്കുന്നു, അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു VVPAT മെഷീനും കൂടി ആകുമ്പോൾ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. അതെ, എന്തിനാണ് ഈ VVPAT ഉപയോഗിക്കുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ. സാധാരണ പറഞ്ഞാൽ ഈ EVM-ൽ തന്നെ നമുക്ക് നല്ല സുതാര്യമാണ് EVM കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. EVM-ൽ തന്നെ ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ചിത്രം വെച്ചിട്ടുണ്ട്, അവരുടെ പേരുണ്ട്, ചിഹ്നമുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും EVM-ൽ എന്താ നമ്മൾ വോട്ട് കുത്തുമ്പോൾ അത് മാറില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ കുത്തിയ വോട്ട് പോകുന്നത് അവർക്ക് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനാണ് VVPAT. ഇത് ഞാൻ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഈ VVPAT അഥവാ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് EVM എന്ന് പറയുന്നത്, ഇതാണ് VVPAT. EVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. VVPAT എന്നുള്ളത് EVM-നെ അടുത്ത് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മെഷീനാണ്. കണ്ടോ, നമ്മൾ EVM-ൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഈ കാണുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ VVPAT-ൽ ഒരു സ്ലിപ്പ് തെളിയും. ഈ സ്ലിപ്പിൽ നമുക്ക് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പേരും എല്ലാം കാണാം. അതായത് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയത് മാറിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുന്നത്, നമുക്ക് ഗ്യാരണ്ടി തരുന്ന ഒരു സാധനമാണ് VVPAT എന്നുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കിലാണ് ഈ സ്ലിപ്പ് വന്ന് വീഴുന്നത്. പിന്നെ ഈ ഭാഗം ഇലക്ഷൻ കമ്മീഷൻ തന്നെ സീൽ ചെയ്തിട്ടുണ്ടാകും. അതായത് പുറത്തുനിന്ന് ഒരാൾക്കും ഇത് നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല. ഈ VVPAT-ൻ്റെ സ്ലിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുകയുമില്ല. ഇത് 7 സെക്കൻഡത്തേക്ക് ആ സ്ക്രീനിൽ ജസ്റ്റ് നമുക്ക് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ ഇത്ര സെക്യൂർ ആയിട്ടാണ് നമ്മുടെ VVPAT EVM ആ ഒരു ഫംഗ്ഷനിങ് നടക്കുന്നത്. അതെ, EVM-ൽ GPS-ഉം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് GPS വഴി EVM എവിടെയാണെന്നുള്ളത് ട്രാക്കും ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഒരു അട്ടിമറി സാധ്യത ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് സ്ഥിരീകരിക്കാം നമ്മുടെ വോട്ട് കുത്തിയിരിക്കുന്ന ആൾക്ക് തന്നെയാണ് ഈ വോട്ട് പോയിരിക്കുക. ഈ ഒരു റെസിപ്റ്റ് അവിടെ തന്നെ സൂക്ഷിക്കുകയാണ്, ഒരിക്കലും അതൊരു വോട്ടറിന്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ വരികയാണെങ്കിൽ ഇത് പരിശോധിച്ച് നമുക്കത് കൃത്യത വരുത്താം എന്നുള്ളതാണ് VVPAT-ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ VVPAT നമ്മുടെ സ്ലിപ്പ് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ കുത്തിയ ആൾക്കല്ല വോട്ട് പോയിരിക്കുന്നത് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കാം നമ്മൾ കുത്തിയ ആൾക്കല്ല കാണിച്ചിരിക്കുന്നതെന്ന് കാണിച്ചാൽ അവർ പരിശോധിക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ അത് തെറ്റായി ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അതിനൊരു കേസാവും. അത് 1000 രൂപ പിഴയും 6 മാസത്തെ തടവൊക്കെ ലഭിക്കുന്ന കേസിലേക്ക് അത് പോകും. അപ്പോൾ നമുക്കറിയാം എല്ലാവരും ഈ എന്താ പറയുക, ഇലക്ഷൻ കഴിയുമ്പോൾ തോറ്റ മുന്നണികൾ എപ്പോഴും പറയാറുള്ള ഒരു സാധനമാണ് അട്ടിമറി നടന്നു എന്നുള്ളത്. അതായത് തങ്ങൾ തോക്കാൻ കാരണം അട്ടിമറിയാണ്. നമ്മൾ തന്നെ 24-ൽ ഇഷ്ടം പോലെ അത്തരത്തിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധ്യത തള്ളാൻ വേണ്ടിയാണ് VVPAT ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് EVM-ൻ്റെ ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ചിഹ്നമൊക്കെ ഉള്ള കാരണം നമുക്ക് പറയാം നമ്മൾ കുത്തുന്ന വോട്ട് മാറിയിട്ടില്ല എന്നുള്ളത്. VVPAT-ൻ്റെ ചുമതല ആ കുത്തിയ ആൾക്ക് തന്നെയാണ് വോട്ട് പോയിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് VVPAT. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അവകാശപ്പെടുന്നത്. പിന്നെ ഈ VVPAT വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണയായിട്ടൊരു വോട്ടർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങാൻ 5 സെക്കൻഡായിരുന്നു പറഞ്ഞിരിക്കുന്നത്. വോട്ട് ചെയ്യുക മാറുക. പക്ഷേ ഈ 7 സെക്കൻഡ് VVPAT-ൽ ആ റെസിപ്റ്റും കൂടി കാണുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു വോട്ടർക്ക് വേണ്ടത് 12 സെക്കൻഡ് ആവും. അപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ മിക്കവാറും 1200-ഓളം പേരുണ്ടാവും. അവർ 5 സെക്കൻഡ് എടുത്തെടുത്ത് ഇനി മുതൽ 12 സെക്കൻഡ് ആയിരിക്കും. അതിൻ്റെതായ ദൈർഘ്യം വോട്ടെടുപ്പിന് ഉണ്ടാവുന്നതും കൂടി ഒരു പ്രത്യേകതയാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് തോന്നുന്നു EVM VVPAT തമ്മിലുള്ള എല്ലാവരും ആശങ്കകളും എല്ലാവർക്കും മാറിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ചേച്ചി റെഡിയല്ലേ വോട്ട് ചെയ്യാൻ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റ്സ് ഉപയോഗിക്കുക. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കായി 24 ന്യൂസ് വെബ്സൈറ്റ് സന്ദർശിക്കുക.